യേശുവിൽ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മെ സ്വാധീനിക്കുന്ന, നമ്മെ പ്രചോദിപ്പിക്കുന്ന വ്യക്തികളുണ്ട്, ആശയങ്ങളുണ്ട്, നമ്മുടേതായ ചില ആഗ്രഹങ്ങളുണ്ട്. അതിനൊക്കെ വേണ്ടിയാണ് നാം ജീവിക്കുന്നതും പലപ്പോഴും മരിക്കുന്നതും. ഈ ലോകത്തിന് വേണ്ടി, ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. അതിൻ്റെ പിന്നാലെ പോയി ആ സുഖങ്ങളിൽ തന്നെ ജീവിതം അവസാനിക്കുന്നവരുണ്ട്. ചില പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ചാവേറുകളായി, മനുഷ്യ ബോംബുകളായി മരിക്കുന്നവരുണ്ട്. മനുഷ്യ സ്നേഹത്തെ പ്രതി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചാവേറായി മാറിയ ഈശോ നമുക്ക് മാതൃകയാണ്, പ്രചോദനമാണ്. ആ കർത്താവിന് വേണ്ടിയാണ് വചനം പറയുന്നത് പോലെ നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അവിടത്തേക്ക് സ്വന്തമായിട്ടാണ് നാം ഓരോരുത്തരും മരിക്കുന്നത്. അങ്ങനെ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിൻ്റെ സ്വന്തമായി മാറുകയാണ്. അത് മനസ്സിലാക്കി വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു, ദൈവമേ, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർ 1:20 പറയുന്നു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. മരിക്കുന്നെങ്കിൽ എനിക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നത് കൊണ്ട് അതൊരു നേട്ടമായി ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ നമ്മുടേതായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ആശയങ്ങൾക്ക് വേണ്ടി, മറ്റു വ്യക്തികൾക്ക് വേണ്ടി അല്ല, ക്രിസ്തുവിന് വേണ്ടി മാത്രം, കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കാൻ, കർത്താവിന് വേണ്ടി മാത്രം മരിക്കാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.